ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടുള്ള ഹരിയാലി ചിക്കൻ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. കറിക്ക് വേണ്ടിയൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു വലുപ്പത്തിലുള്ള പീസുകളായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് മല്ലിയില ഇട്ട് കൊടുക്കാം. അതുപോലെ 1/2 കപ്പ് പുതിനയില, 3 പച്ചമുളക്, എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിട്ട് കൊടുക്കാം, 10 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ കസൂരിമേത്തി, ഒരു 10 അണ്ടിപ്പരിപ്പ്, ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തെടുത്തതാണ്. അത് വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി ചിക്കനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 4 ടേബിൾ സ്പൂൺ തൈര്, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. ചിക്കൻ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് 5 or 6 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മീഡിയം വലിപ്പമുള്ള 2 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ ബിരിയാണിക്കൊക്കെ ഉള്ളി വറുക്കുന്ന പോലെ വറുത്തെടുത്താൽ മതി. ഈ ഒരു പാകത്തിനാകുമ്പോൾ കോരി മാറ്റി വെക്കാം. ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ 3 ഏലക്കയും 3 ഗ്രാമ്പും 2 കഷ്ണം പട്ടയും ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. മീഡിയം തീയിൽ ഒരു 4 മിനിറ്റ് വെച്ച് ഒന്ന് മറിച്ചിടാം. മുകളിലുള്ള മസാല ഒന്ന് വേവാനുള്ള സമയം മാത്രം വെച്ചാൽ മതി. മറിച്ചിട്ട് 4 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു 4 മിനിറ്റ് കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ഈ പാത്രത്തിൽ ബാക്കിയുള്ള മസാല കൂടി ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണ ഒന്ന് തെളിയുന്നവരെ വഴറ്റണം. അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് വറുത്ത് വെച്ച ഉള്ളി ഒന്ന് ചതച്ചെടുക്കാം. ഒരു 1/4 ഭാഗം ഉള്ളി മാറ്റി വെച്ച് ബാക്കിയൊന്ന് ചതച്ചെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ചിക്കനിലെ മസാലയൊക്കെ നന്നായി വഴന്ന് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്കിനി ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ചതച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. തിളച്ച് വരുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. നമ്മൾ വറുത്ത് വെച്ച ഉള്ളി മുകളിലൂടെ കുറച്ചൊന്ന് വെതറി കൊടുക്കാം. നമ്മുടെ ഹരിയാലി ചിക്കൻ ഇവിടെ റെഡിയായി. ഒരു 10 മിനിറ്റ് ഇതുപോലെ ചൂടോടുകൂടി അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.